ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ കുറേ ആയിട്ടോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എന്നാൽ പിന്നെ റമദാനൊക്കെ അല്ലേ, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയാലോ. വെളുപ്പിനെ ഇടയത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റപ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് അനങ്ങി. ഞാൻ തട്ടിക്കൊടുത്ത് പിന്നെ അവളങ്ങ് ഉറങ്ങി. അടുക്കളയിൽ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം ഇന്നലെ രാത്രി കഴിച്ചതിൻ്റെ കുറച്ച് ബീഫ് കറി ബാക്കിയുണ്ടായിരുന്നു, അതും ചൂടാക്കി. പിന്നെ അപ്പവും ചുട്ടു. പിന്നെ കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. അത്താഴം കഴിച്ച് വന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. കുറച്ചധികം വെള്ളം ഞാൻ രാവിലെ കുടിക്കും. അപ്പോഴേക്കും അവൾ എഴുന്നേറ്റ് കേട്ടോ. ഉറങ്ങുന്നില്ലേ? അതെന്താ? നിഷ്കരിക്കട്ടെന്നോ? നിസ്കരിച്ചിട്ട് ഉറങ്ങോ? ഇനി രാവിലെ കാണാം ഗായ്സ്. രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. ഞാൻ ഇപ്പം ഒരിടം വരെ പോകുന്നുണ്ട്, പോയിട്ട് വരാം കേട്ടോ. ഇതുവാ കുറച്ച് നാളുകൊണ്ട് എനിക്ക് നല്ല രീതിയിലുള്ള ബാക്ക് പെയിനും ലെഗ് പെയിനും ഉണ്ട്. അപ്പം നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്ത് കുറവില്ല. ഫൈനലി ഞാനൊരു ഡോക്ടറിനെ കണ്ടു, ഫിസിയോ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പം ഡെയിലി ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ ഡെയിലി റൊട്ടീൻ്റെ ഒരു ഭാഗമാണ് ഈ ഫിസിയോ. എന്താണോ എനിക്ക് ഇവിടെ വരുമ്പം മൈൻഡും ബോഡിയും ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീ മൈൻഡായിട്ടാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഇന്നത്തേന് നമ്മൾ അവിടെ ബൈ പറഞ്ഞു. നാളെ കാണാമെന്നുറപ്പോടുകൂടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലെത്തി. ഹലോ ചിച്ചു. അതാ പള്ളി പോയി എന്തെടുക്കുവായിരുന്നു ഇത്ര നേരം? കാണിച്ച് എന്തോ കാര്യം കാണിക്കാൻ വരുന്നുണ്ട് ഗായ്സ്. ദുവാ ബേബി ഇവിടെ വന്നിരുന്നാണ്. കാണുന്നില്ല. ഇതെന്താ? ലവ് യു. ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് അടുക്കളയിൽ കയറിയപ്പോൾ എൻ്റെ അമ്മ ഫ്രൈഡ് റൈസും ബീഫ് കറിയും വെക്കുന്നു. കുറച്ച് ബീഫും ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിരുന്നു, അത് കറി വെച്ചു. അപ്പം എൻ്റെ ഒരു ചെറിയ സഹായമായിട്ട് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞു കൊടുത്തു. നിനക്ക് നോമ്പുണ്ടോ? ഉണ്ടോ? ഞാൻ കണ്ടല്ലേ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നത്. നോമ്പ് ഉള്ള ആൾക്കാർ ഉച്ചയ്ക്ക് ചോറ് കഴിക്കൂലല്ലോ. ഞാൻ ചോറ് കഴിക്കും. അതെന്തിനാ കഴിച്ചേ? അമ്മ അതേ ചോറിൽ കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്യുന്നു. പിന്നെ ഞാൻ ദുവാബേബിക്ക് ആ ചോറ് ചൂടോടെ കുറച്ച് വാരി കൊടുത്തു. അവൾ ഉച്ചയ്ക്ക് കുറച്ചേ കഴിച്ചുള്ളായിരുന്നു. നോമ്പിൽ വൈകിട്ടത്തെ സ്നാക്സ് ഒക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ പരീക്ഷണങ്ങളൊക്കെ കഴിച്ച് മടുത്തിട്ടായിരിക്കും ഇന്ന് അത്ത വാഴക്കാപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ ഡൈനിങ്ങിൽ സെർവ് ചെയ്യുന്നതും എൻ്റെ ഡ്യൂട്ടിയാണ്. അത് ഞാനാണ് എല്ലാ ദിവസവും ചെയ്യുന്നത്. പിന്നെന്താ, അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഫുൾ ഡേ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.